ഹായ്, എല്ലാവർക്കും PSC അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് പോലീസ് ഫോഴ്സ് PSC നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അതിലെ 6 ക്വസ്റ്റ്യൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് പറഞ്ഞിരുന്നു. ഇന്ന് പറയാൻ പോകുന്നത് അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിൻ്റെ സംവേദനക്ഷമത ഇനി പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ്? ഓപ്ഷൻസ്: സ്പെക്ട്രൽ റെസല്യൂഷൻ, സ്പേഷ്യൽ റെസല്യൂഷൻ, റേഡിയോമെട്രിക് റെസല്യൂഷൻ, താൽക്കാലിക റെസല്യൂഷൻ അല്ലെങ്കിൽ ടെമ്പറൽ റെസല്യൂഷൻ എന്നാണ് താൽക്കാലിക റെസല്യൂഷൻ. ഇതിൽ ആൻസർ റേഡിയോമെട്രിക് റെസല്യൂഷനാണ്. ഓപ്ഷൻ എ പറയുന്നത് സ്പെക്ട്രൽ റെസല്യൂഷൻ ആണ്. ആ സ്പെക്ട്രൽ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത്തുകൾ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിനെ ഡിറ്റക്റ്റ് ചെയ്യുക, ക്യാപ്ചർ ചെയ്യുന്നതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ ആ എബിലിറ്റീനെയാണ് സ്പെക്ട്രൽ റെസല്യൂഷൻ എന്ന് പറയുന്നത്. അത് സിമ്പിളായിട്ട് ഡിഫറെൻറ്റ് കളർ ബാൻഡുകളെ ക്യാപ്ചർ ചെയ്യുക എന്ന് പറയും. വാട്ടറിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുക, ഡിഫറെൻറ്റ് വെജിറ്റേഷൻസ് മനസ്സിലാക്കുക, ഇതെല്ലാം സ്പെക്ട്രൽ റെസല്യൂഷനാണ് ചെയ്യുന്നത്. അടുത്ത ബി ഓപ്ഷൻ സ്പേഷ്യൽ റെസല്യൂഷനാണ്. എന്ന് പറഞ്ഞാൽ ഈ സാറ്റലൈറ്റിൻ്റെ സെൻസറിന് ഒരു എബിലിറ്റി ഉണ്ടാകണം, ചെറിയ ഒരു ഒബ്ജക്റ്റ് പോലും, അതായത് ഗ്രൗണ്ടിൽ നല്ല ക്ലിയർ ആയിട്ട് ചെറിയ ഒബ്ജക്ട്സിനെ പോലും ക്യാപ്ചർ ചെയ്യുക, അത് തിരിച്ചറിയുന്നതിനുള്ള എബിലിറ്റി, അതെന്തുമാത്രമാണ് എന്നുള്ളതാണ് സ്പേഷ്യൽ റെസല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മൾ പറഞ്ഞ ഓപ്ഷനായ റേഡിയോമെട്രിക് റെസല്യൂഷൻ. റേഡിയോമെട്രിക് റെസല്യൂഷൻ എന്നാൽ ചെറിയ ബ്രൈറ്റ്നെസ്സിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും തിരിച്ചറിയുന്നതിനുള്ള എബിലിറ്റി അതുണ്ടെങ്കിൽ അത് റേഡിയോമെട്രിക് റെസല്യൂഷനിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങൾ, എനർജിയിലെ വ്യത്യാസങ്ങൾ, ഇതെല്ലാം റേഡിയോമെട്രിക് റെസല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 4ാമത്തെ ഓപ്ഷനായ താൽക്കാലിക റെസല്യൂഷൻ അല്ലെങ്കിൽ ടെമ്പറൽ റെസല്യൂഷൻ എന്ന് പറയും. അതായത് ഒരു സാറ്റലൈറ്റ് ഒരു ഏരിയ കവർ ചെയ്ത് പോകുന്നുണ്ട്. ആ ഏരിയ കവർ ചെയ്യുമ്പോൾ ആ ഏരിയയിൽ ഫോട്ടോ എടുക്കുന്നു. പിന്നീട് അത് റീവിസിറ്റ് ചെയ്ത് വീണ്ടും ആ ഏരിയയുടെ മുകളിൽ വരുന്ന രീതിയിൽ വന്ന് വീണ്ടും ഒരു ഫോട്ടോ എടുക്കുമ്പോൾ, സക്സസീവായിട്ടുള്ള ആ ഫോട്ടോ എടുക്കുമ്പോൾ ആ 2 ഫോട്ടോകൾക്കും ഇടയിൽ വരുന്ന ടൈം ഇൻ്റർവെൽ, അതാണ് ടെമ്പറൽ റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സാറ്റലൈറ്റ് ഒരു സെയിം ഏരിയ തന്നെ റീവിസിറ്റ് ചെയ്തെടുക്കുന്ന 2 സക്സസീവായിട്ടുള്ള 2 ഇമേജസിൻ്റെ ടൈം ഇൻ്റർവെൽ വരുന്നത്, അതിനെയാണ് ടെമ്പറൽ റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ സിമ്പിളായിട്ട് പറയാം. സ്പെക്ട്രൽ റെസല്യൂഷൻ എന്നാൽ ഡിഫറെൻറ്റ് കളർ ബാൻഡ്സിനെ ക്യാപ്ചർ ചെയ്യാനുള്ള എബിലിറ്റിയാണ് പറയുന്നത്. സ്പേഷ്യൽ റെസല്യൂഷൻ എന്നാൽ ഗ്രൗണ്ടിലുള്ള ചെറിയ ഒബ്ജക്ട്സുകളെ ശരിക്ക് സെൻസർ ചെയ്യാൻ സാധിക്കുന്ന എബിലിറ്റി. ഗ്രൗണ്ടിലെ ബിൽഡിങ്സ്, പിന്നെ മലകൾ, കുന്നുകൾ, അങ്ങനെയുള്ള ചെറിയ ഒബ്ജക്ട്സിനെ വരെ സാറ്റലൈറ്റിന് സെൻസർ ചെയ്യാനുള്ള എബിലിറ്റിയാണ് സ്പേഷ്യൽ റെസല്യൂഷൻ എന്ന് പറയുന്നത്. റേഡിയോമെട്രിക് റെസല്യൂഷൻ എന്ന് പറയുന്നത് ബ്രൈറ്റ്നസ്, എനർജി തുടങ്ങിയവയിൽ, സിഗ്നൽ ശക്തി തുടങ്ങിയവയിൽ ചെറിയ ഡിഫറൻസുകളെ വരെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനുള്ള റെസല്യൂഷനാണ്. താൽക്കാലിക റെസല്യൂഷൻ അല്ലെങ്കിൽ ടെമ്പറൽ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സെയിം ഏരിയ റീവിസിറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന 2 ഇമേജസിൻ്റെ ആ ടൈം ഇൻ്റർവെൽ, ആ 2 ഇമേജസിനെ ഇടയിലുള്ള ആ ടൈം ഇൻ്റർവെല്ലിനെ സൂചിപ്പിക്കുന്നതാണ് താൽക്കാലിക റെസല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യ ഉയര മേഖലകൾക്ക് 2-8 കിലോമീറ്റർ താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി? സിറസും സിറോസ്ട്രാറ്റസും, സിറസും ആൾട്ടോസ്ട്രാറ്റസും, ആൾട്ടോസ്ട്രാറ്റസും ആൾട്ടോക്യുമുലസും, ആൾട്ടോക്യുമുലസും സിറോക്യുമുലസും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മധ്യ ഉയര മേഘങ്ങൾക്ക് താഴെ പറയുന്ന ജോഡികളിൽ മധ്യഭാഗത്തും ആ ഉയരെയുള്ള മേഘങ്ങൾക്കും ഇടയിലുള്ളത് ഇതിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആൻസർ ആൾട്ടോസ്ട്രാറ്റസും ആൾട്ടോക്യുമുലസും ആണ്. ഇതിൽ ഏറ്റവും ഉയരത്തിൽ കിടക്കുന്നത് സിറസും സിറോസ്ട്രാറ്റസുമാണ്. പിന്നെ ഏറ്റവും താഴെ കിടക്കുന്നത്
സ്ട്രാറ്റസ്, സ്ട്രാറ്റോക്യുമുലസ്, ക്യുമുലസ്, നിംബോസ്ട്രാറ്റസ്. ഇത് ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിൽ കാണുന്നതാണ്. മിഡിൽ ഭാഗത്തായിട്ട് കാണുന്നത് ആൾട്ടോ സ്ട്രാറ്റസും ആൾട്ടോ ക്യുമുലസുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ധോല ഥാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ട്രാൻസ് ഹിമാലയം, മധ്യ ഹിമാലയം, ശിവാലിക് ഹിമാലയം, ഗ്രേറ്റർ ഹിമാലയം. ക്വസ്റ്റ്യനിൽ ധോലാധാർ എന്നാണ് പറയുന്നത്. ധോലാധറിൻ്റെ മറ്റൊരു ഉച്ചാരണമാണ് ദൗലാധർ എന്ന് പറയുന്നത്. ഈ ദൗലാധർ എന്ന് പറയുന്നത് ഹിമാചലിൻ്റെ പ്രാദേശികമായ പേരാണ്. ഹിമാചൽ പ്രദേശിലുള്ള ആളുകൾ ദൗലാധർ എന്നാണ് പറയുന്നത്. ഹിമാചലിനെ പറയുന്നത് ദൗലാധർ എന്നാണ്. ഹിമാചലിലായതുകൊണ്ട്, ഹിമാചൽ എന്ന് പറയുന്നത് മധ്യ ഹിമാലയത്തിൽ പെടുന്നതായതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായത്, മധ്യ ഹിമാലയം. അല്ലെങ്കിൽ ലെസ്സർ ഹിമാലയം എന്ന ഓപ്ഷൻ ആണെങ്കിൽ ലെസ്സർ ഹിമാലയം. ലെസ്സർ ഹിമാലയവും മധ്യ ഹിമാലയവും ഹിമാചലാണ്. അപ്പോൾ ഹിമാചലിൻ്റെ മറ്റൊരു പ്രാദേശികമായ പേരാണ് ദൗലാധർ അല്ലെങ്കിൽ ധോലാധാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിമാചലിൻ്റെ മറ്റൊരു പ്രാദേശിക പേരാണ് നാഗ് തിബ എന്ന് പറയുന്നത്. നാഗ് തിബ അത് ഉത്തരാഖണ്ഡിലുള്ള ആളുകൾ വിളിക്കുന്നതാണ് നാഗ് തിബ. അപ്പം നാഗ് തിബയും ഹിമാചലിൻ്റെ ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗണ്ഡക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഇനി പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്? ബീഹാറും ഉത്തർപ്രദേശും, രാജസ്ഥാനും മധ്യപ്രദേശും, ആന്ധ്രാപ്രദേശും കർണാടകയും, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ. ഇതിൻ്റെ ഉത്തരം ബീഹാറും ഉത്തർപ്രദേശും എന്നാണ്. ഈ ഗണ്ഡക് നദി എന്ന് പറയുന്നത് നേപ്പാളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. നേപ്പാളിൽ നിന്ന് ഉത്ഭവിച്ച് അത് ബീഹാറിൽ വെച്ച് ഗംഗാ നദിയുമായി ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴുകുന്ന സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് തന്നെ ബീഹാറും ഉത്തർപ്രദേശിലൂടെയുമാണ് ഗണ്ഡക് നദി ഒഴുകുന്നത്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഗണ്ഡക് നദിയുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ നേപ്പാളും ഇന്ത്യയും തമ്മിലാണ്. സ്റ്റേറ്റുകൾ ചോദിക്കുകയാണെങ്കിൽ ബീഹാറും ഉത്തർപ്രദേശുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ താഴെ പറയുന്ന ഏത് ജില്ലകളിലാണ് മേസ ഭൂരൂപങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? ഓപ്ഷൻസ്: കണ്ണൂർ, കാസർഗോഡ്, വയനാട്, ഇടുക്കി, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം. ഈ മേസ ഭൂരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്ത് സമതലമായിട്ടും അതിനു ചുറ്റും കുത്തനെ ചെരിവുള്ളതുമായിട്ടുള്ള ഭൂരൂപങ്ങളാണ് മേസ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. അത് കാണപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിൽ മാടായിപ്പാറ പ്രദേശത്തും ചെറുവത്തൂർ പ്രദേശങ്ങളിലും പിന്നെ കണ്ണൂരിൻ്റെ കുറച്ച് ഭാഗത്തുമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, കണ്ണൂർ, കാസർഗോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ബഞ്ചാര എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയുടെ ട്രഡീഷൻസ്, പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽസ്, കൾച്ചർ, ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന മ്യൂസിയമാണ് ബഞ്ചാര വിരാസത് മ്യൂസിയം. അത് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക ഏതാണ്? ഓപ്ഷൻസ്: സോളോ മോഡൽ, മഹലനോബിസ് മോഡൽ, റോസ്റ്റോ മോഡൽ. ഇവയൊന്നുമല്ല. ഓപ്ഷൻസിൽ സോളോ മോഡൽ, മഹലനോബിസ് മോഡൽ അത് രണ്ടും സെക്കൻഡ് 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ മറ്റൊരു പേരാണ് മഹലനോബിസ് മോഡൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം സോളോ മോഡലും ഉണ്ട്. സോളോ മോഡൽ എന്ന് പറഞ്ഞാൽ സോവിയറ്റ് ടൈപ്പ് മോഡലിനെയാണ് ഈ സോളോ മോഡൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ റോസ്റ്റോ മോഡൽ എന്ന് പറയുന്നത് തേർഡ് 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് റോസ്റ്റോ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടുള്ള മാതൃക ഇതിലൊന്നും പെടുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് മോഡല് ഹരോൾഡ് ഡോമർ മാതൃകയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഹരോൾഡ് ഡോമർ. ഒന്നുകൂടെ പറയാം, ഹരോൾഡ് ഡോമർ മാതൃകയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മോഡലാണ്, ഒപ്പം സോളോ മോഡൽ എന്ന് പറയുന്നുണ്ട്. തേർഡ് പഞ്ചവത്സര പദ്ധതിയുടെയാണ് റോസ്റ്റോ മോഡൽ. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഓപ്ഷൻസ്: മിർഡാൽ കമ്മീഷൻ, ചെല്ലയ്യ കമ്മീഷൻ, ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഇവയൊന്നുമല്ല.
ആൻസർ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നതാണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ ഫോം ചെയ്തത് 1926 ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന പേരിലായിരുന്നു. 1926 ഫോം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, 1 രൂപ നോട്ടിൽ ആരുടെ ഒപ്പാണുള്ളത്? ഓപ്ഷൻസ് ധനകാര്യ സെക്രട്ടറി, ധനമന്ത്രി, ഇന്ത്യൻ പ്രസിഡന്റ്, ഗവർണർ. ആൻസർ ധനകാര്യ സെക്രട്ടറി എന്നതാണ്, ഓപ്ഷൻ എ. 1 രൂപ നോട്ടിലൊഴികെ മറ്റ് കറൻസി നോട്ടുകളിലെല്ലാം ഒപ്പുവയ്ക്കുന്നത് RBI ഗവർണറാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുവാൻ അവകാശമുള്ളത് റിസർവ് ബാങ്കിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സർവോദയ പദ്ധതിയുടെ വക്താവാരാണ്? ഓപ്ഷൻസ് സർ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ, ശ്രീമാൻ നാരായൺ, MN റോയ്. ഇവയൊന്നുമല്ല. ഇതിൻ്റെ ആൻസർ ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. കാരണം സർവോദയ പദ്ധതി ഗാന്ധിജിയുടെ ഒരാശയമായിരുന്നു. ഗാന്ധിജി എന്ന ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇവയൊന്നുമല്ല. ഇതിൽ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ, അദ്ദേഹം ഒരു പ്രശസ്തനായ എഞ്ചിനീയർ ആയിരുന്നു, മൈസൂർ സംസ്ഥാനത്തിൻ്റെ ദിവാനായിരുന്നു. കൂടാതെ കൃഷ്ണരാജ സാഗർ അണക്കെട്ട് നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ സംഭാവനയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. പിന്നെ ശ്രീമാൻ നാരായൺ, അദ്ദേഹം ഗാന്ധിയൻ പ്ലാൻ നിർദ്ദേശിച്ച ആളാണ്. 1944 ഗാന്ധിയൻ പ്ലാൻ നിർദ്ദേശിച്ചത് ശ്രീമാൻ നാരായൺ അഗർവാൾ എന്ന ആളാണ്. പിന്നെ നമ്മൾ പഠിച്ച പ്ലാനുകളാണ് പ്യൂപ്പിൾസ് പ്ലാൻ, ബോംബെ പ്ലാനൊക്കെ. പ്യൂപ്പിൾസ് പ്ലാനും 1945 MN റോയിയാണ് പ്യൂപ്പിൾസ് പ്ലാൻ നിർദ്ദേശിച്ചത്. പിന്നെ ബോംബെ പ്ലാൻ അത് കുറച്ച് വ്യവസായികർ 1944 JRD ടാറ്റ, GD ബിർള പോലുള്ള വ്യവസായികൾ നിർദ്ദേശിച്ച പ്ലാനായിരുന്നു ബോംബെ പ്ലാൻ. അത് 1944 തന്നെ, ഈ ഗാന്ധിയൻ പ്ലാനിൻ്റെ അതേ വർഷം തന്നെ. അടുത്ത ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുമായി അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ബായ്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.